എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ശരണ്യ ജയരാജ് എന്നാണ്. പൗരാണികയാണ്. അപ്പം ആ പാരായണത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്യാൻ വന്നിരിക്കുന്ന വേദി എന്ന് പറയുന്നത് നമ്മുടെ പന്തളം രാജകൊട്ടാരത്തിനടുത്ത് കുളനട എന്ന ഒരു സ്ഥലത്ത് പനങ്ങാട് പുലിക്കുന്ന് മല എന്ന് പറയുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടാണ് ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അയ്യപ്പന്മാർ, സ്വാമി അയ്യപ്പന്മാർ ഒരുപാട് പേര് ശബരിമലയ്ക്ക് പോകുന്ന വഴി ക്ഷേത്രം സന്ദർശിക്കാനൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടാണ് പോണത്. ഒരുപാട് കഥകളുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളാണ്. നമ്മൾക്ക് അറിയാൻ കഴിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരുപാട് സ്വാമിമാർ രാവിലെ മുതലേ ഒരുപാട് സ്വാമിമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ അയ്യപ്പൻ കഥ പറയുന്നതെന്ന് വെച്ചാൽ, അയ്യപ്പൻ പുലിപ്പാല് കൊണ്ട് പന്തളത്തെ രാജ്ഞിയുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ട് പുലിപ്പാലും കൊണ്ട് വന്നിട്ട് ആ പുലിയെ തിരിച്ച് ഈ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവിട്ടെന്നാണ് സങ്കല്പം. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു അയ്യപ്പൻ്റെ ചിത്രമൊക്കെ കൊത്തിവെച്ചൊരു പ്രതിമയൊക്കെ ഒരു ശില്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആരാണെന്നറിയില്ല. ഇതിൻ്റെ സമർപ്പണം ഈ സ്വാമിമാരൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് സ്വാമിമാരൊക്കെ സന്ദർശനത്തിനായിട്ട് പന്തളത്ത് രാജകൊട്ടാരത്തിൽ വന്ന് കോയിക്കൽ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഇവിടെ വന്ന് തൊഴുതിട്ടാണ് ശബരിമലയ്ക്ക് പോണത്. ഇതിൻ്റെ സമർപ്പണം ഇദ്ദേഹമാണ്. ആനന്ദ് അജയ് കാരാട്ട് മാന്നാർ. കൊല്ലവർഷം 1199 തുലാം 25 സമർപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. എനിക്ക് ഒന്നും അറിയില്ല, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പാരായണം ചെയ്യാൻ വരുന്നത്. അപ്പം ഇത് എൻ്റെ ഒരു ഭാഗ്യവും ഒരു നിമിത്തമായിട്ടെല്ലാം ഞാൻ കാണുന്നു. ഇത് ഒരുപാട് മുകളിലോട്ടാണ് ഈ ഒരു പുലിക്കുന്ന് പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് താഴെ ഒരുപാട് സ്റ്റെപ്പുണ്ട്, ഞാൻ കാണിക്കാം. ആ താഴെയാണ് റോഡ്. അങ്ങ് ഇറങ്ങിപ്പോയി ചെന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ, പിന്നെ കയറാൻ ഇത്തിരി പാടാണ്. ഈ സ്റ്റെപ്പ് താണ്ടി ഇനി മേളിൽ കയറി വരണം ഈ ക്ഷേത്രത്തിൽ. താഴെയെല്ലാം അഗാധമായ കൊക്കകളാണ്, 4 സൈഡും കൊക്കയാണ്. അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഒരു പാറയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കഥകൾ ഈ സ്വാമിയോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇവിടെ ഒരു സ്വാമിയുണ്ട്. ഈ ക്ഷേത്രം വന്ന അന്ന് മുതൽ ഇവിടെ ഒരു സ്വാമിയുണ്ട്. പൂജാരിയല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു സ്വാമിയുണ്ട്. ഇത് അയ്യപ്പൻ്റെ പുലിപ്പാദം പതിഞ്ഞ സ്ഥലമാണ്. രാവിലെ ഒരുപാട് ഭക്തജനങ്ങളുണ്ടായിരുന്നു. കണ്ടോ, പുലിപ്പാദമാണിത്. 2 എടുത്തായിട്ടുണ്ട്. രാവിലെ കുറേ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഭക്തജനങ്ങൾ വന്നിട്ട് പൂവൊക്കെ സമർപ്പിച്ച് തൊഴുത് ഒക്കെ പോയതാണ്. അയ്യപ്പൻ്റെ പാദമുണ്ട്, പുലിപ്പാദമുണ്ട്. ഇത് വെയിലായതുകൊണ്ട് ക്ലിയർ അല്ല കേട്ടോ. അപ്പം എന്നാൽ ആവുന്നതെല്ലാം ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഒരുപാടൊന്നും ഈ റീൽസൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. പാരായണം ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന പാരായണ ഭാഗങ്ങൾ നമ്മളിടുന്നതല്ലാണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതാണ് സ്വാമി. ആ സ്വാമി വരുന്നവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കേൾക്കാം നമുക്ക് കേട്ടോ. കൊട്ടാരത്തിലെ രാജാവ് ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നു. ആ ബുദ്ധിമുട്ട് വന്ന കാലയളവിലെ പ്രജകൾക്കും ആഹാരമില്ല. അപ്പൊ അന്നേരം അന്നദാന പ്രഭുവായിട്ട് ഇവിടെ പ്രതിഷ്ഠ പൂണ്ടു എന്നാണ് അറിയപ്പെടുന്നത്. അത് കയ്യിൽ ചോറുമായിട്ട് ഇരിക്കുന്നു അയ്യന്റെ കയ്യിൽ. അപ്പൊ ഒരു കാലം
ജപത്തോടുകൂടി തപസ്സിരിക്കുന്നു, മറുകായിക അന്നമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഇവിടെ ഈ ഗ്രാമപ്രദേശത്തൊക്കെ വളരെ സമൃദ്ധമായിട്ട് വിളവുകൾ ഉണ്ടായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മറിച്ച് ഇവിടെ നിന്ന് ശരമയച്ചു, അരവച്ച് വേട്ടയ്ക്ക് പോയിട്ട് തിരുമ്പി വന്ന് ഇരിക്കുന്ന ഭാവമാണ്. വേട്ടയ്ക്ക് പോയ സമയത്ത് ഉള്ള സ്ഥലങ്ങളിലെല്ലാം സ്പർശിച്ച സ്ഥലങ്ങളെല്ലാം ദേവാലയങ്ങളാണ്. മറ്റൊന്ന് ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യപ്പൻ കഴിഞ്ഞ കിരാതമൂർത്തിയായിട്ടിരിക്കുന്ന ഭാവം, അമ്പവില്ല് ചരം, ഇത് മൂന്നും കിരാതമൂർത്തിയായിട്ടിരിക്കുന്നത്. ഇവിടെ ദേവി ഇല്ല, ദേവി കീഴയാ ഇവിടെ. പിന്നെ പ്രത്യേകത ഒന്ന് പറയാനുള്ളത്, ഗണപതിയും പിന്നെ എപ്പോഴും നമ്മുടെ ഹിന്ദു ദേവാലയങ്ങളിലെ പ്രതിഷ്ഠ ഗണപതി പ്രതിഷ്ഠയുടെ ബാക്ക് സൈഡില്ല, ഒപ്പമില്ല. ഇവിടെ ഒപ്പമുണ്ട്. ശ്രീകോവിലിന് 2 വാതില്. ஐயப்பன்னா இவங்க அன்னத்தை கையில வச்சுட்டு இருப்பாங்க ஒரு இதுல. അയ്യപ്പൻ ധ്യാനത്തിലും പിന്നെ അന്നദാന പ്രഭുവായിട്ട് ഒരു കയ്യിൽ ചോറുമായിട്ടിരിക്കുന്നു ഭാവം, ഇത് ധ്യാനത്തിലിരിക്കുന്ന ഭാവം. മറിച്ച് ധ്യാനത്തിലിരിക്കുന്ന സമയങ്ങളിൽ ആണ് ഇവിടൊക്കെ ഇഷ്ടംപോലെ കൃഷികളായി രാജാവിന്റെ ആഹാരത്തിനുള്ള ബുദ്ധിമുട്ട് മാറി എന്നാണ് സങ്കല്പത്തിൽ പറയുന്നത്. അന്നദാന പ്രതിഷ്ഠയും പൂജയും ഉള്ള ക്ഷേത്രം ഈ പന്തളം കൊട്ടാരത്തിന്റെ മണ്ണിൽ പുലിക്കുന്നിലേ ഉള്ളൂ. ഇങ്ക മാത്രമേ ഉള്ളൂ പൂജയുള്ള ഇടം. അന്നദാന പ്രഭുവിന് നമ്മുടെ ശരണം വിളിക്കുമ്പോൾ അന്നദാനപ്രഭുവിനെ വിളിക്കുന്നെങ്കിലും പ്രതിഷ്ഠയും പൂജയും കൊടുക്കുന്നത് ക്ഷേത്രം ഈ പന്തളം കൊട്ടാരത്തിന്റെ ഭൂമിയിൽ തന്നെ ഉള്ളൂ ഈ ക്ഷേത്രം. പിന്നെ ഇവിടുന്ന് മറിച്ച് തിരിച്ചു പോയിട്ട് വേട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഇരിക്കുന്നത് കോപത്തോടു കൂടി. ഇതാണ് ക്ഷേത്രം. പക്ഷെ ഈ ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനമില്ല. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറെ ഭക്തജനങ്ങളാണ്. உங்களுடைய நாடு ஏதம்மா? சென்னை. சென்னைன்னு வருதா? இந்த க்ஷேத்திரத்தை குறித்து உங்களுக்கு தெரியுமா? தெரியாது, ഫസ്റ്റ് ടൈം അല്ലേ? പന്തളത്ത് പോയിരുന്നാ ക്ഷേത്രം? പോയിട്ട് വന്നതാ. யூடியூப்ல வீரமணி ஐயா சொன்னாங்க. வீரமணி பார்க்கலாம், இதுவரை தெரியாது. 18 வருஷம் எங்க சாமி போயிருக்காங்க. நான் இப்பதான் 3வது வருஷம். അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞ് പന്തളം ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, പുലിക്കുന്നുമല എന്നൊരു ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ നിങ്ങൾ വന്ന് പാക്കണം എന്ന് അദ്ദേഹം ചൊല്ലിക്കൊടുത്തിരിക്കല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം. ഉങ്ങളുടെ പേര്? ലക്ഷ്മി. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് 4 സൈഡുമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന് നടുക്ക് കണ്ടോ ഒരാലാണ്. ഈ ആലിന്റെ ചുവട്ടിലായിട്ടാണ് പിന്നെ ഈ ക്ഷേത്രത്തിന് സെൻട്രലായിട്ടൊരു ആലാണ് കേട്ടോ. ആ ഈ ആലിന്റെ നടുഭാഗത്തായിട്ടാണ് ശിവന്, അതുപോലെ തന്നെ അന്നദാനപ്രഭുവായി ഒരു കയ്യിൽ അന്നം വേണ്ടിയിട്ടാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ആലിന് ചുവട്ടിലായിട്ടാണ് ഈ 3 ബിംബങ്ങളും ഉള്ളത്. സ്വയംഭൂവാണ് മഹാദേവൻ. സ്വയംഭൂ ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ അയ്യപ്പന്മാരിരിക്കുന്നുണ്ടോ? കാണിക്കാവേ. അവർക്ക് എന്തോ ഒരു അത്ഭുതം പോലെ തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ടേ. തമിഴൊന്നും പറയാൻ അറിയില്ല എങ്കിലും അതെ അല്ലേ? മലയാളം എല്ലാം പറഞ്ഞോ? അറിയാവുന്നതെല്ലാം പറഞ്ഞോ? തമിഴ് കുഴപ്പമില്ല, നമുക്ക് കൊഞ്ചം തരും. സ്വാമിയേ ശരണമയ്യപ്പ. அன்னதான பிரபுவே சரணமையப்ப. உங்க பேரு? வெள்ளையப்பன். അദ്ദേഹത്തിന്റെ മുത്ത്, മുത്ത്, സ്വാമിനാഥൻ, സേതുരാം, സുബ്രഹ്മണ്യൻ, ശ്രീപതി. അമ്മയുടെ പേര് കൂപ്പിട്ടിരിക്ക ലക്ഷ്മി അല്ലേ?
എൻ്റെ പേര് ശരണ്യ. ആ, എൻ്റെ ക്ഷേത്രത്തില് പാരായണത്തിന് പാരായണം ഇവരെല്ലാം യൂട്യൂബ് ചാനലാ? യൂട്യൂബ് ഇൻസ്റ്റയില ഇൻസ്റ്റാ ഗ്രൂപ്പ് ഇരിക്കാതെ ഇൻസ്റ്റ ഐ ഡി. അപ്പൊ ഇവരെല്ലാം ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ഭക്തജനങ്ങളാണ്. തമിഴ്നാട്. இந்த க்ஷேத்திரத்தை குறித்து எങ്ങനെ? ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തുപുഴ പാടക, പന്തലാമ, ഇവിടെ പുലിക്കുന്നമ്മ, നാളേക്ക് ശബരിമല, പമ്പ, ശബരിമല, അടുത്ത് ഗുരുവായൂർ, പളനി. ഇത്രയെടുത്ത് ചെന്നൈക്ക് എല്ലാ വർഷവും നിങ്ങൾ വന്ന്? എല്ലാ വർഷവും ഫസ്റ്റ്. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇങ്ങനൊരു സ്ഥലം? സ്വാമി പറഞ്ഞു. വീരമണി സ്വാമി. എന്റെ സ്ഥലത്തേക്ക് വരാൻ നിമിത്തം ആ സ്വാമി ലക്ഷ്മി സ്വാമിയാണെന്നാണ് അവർ പറയുന്നത്. ലക്ഷ്മി സ്വാമി 8 വർഷമായി. 27 വർഷമായി. 34 വർഷം. രണ്ടാമത്തെ വർഷം. 25 വർഷമായിട്ട് വരുന്നല്ലേ? എല്ലാവരും അയ്യപ്പ ഭക്തജനങ്ങളാണ്. അവരെല്ലാം എല്ലാവരും പോവാണ്. സ്വാമിയെ ശരണമയ്യപ്പ. അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ. എല്ലാവരും ക്ഷേത്രം സന്ദർശിച്ചിട്ട് തിരിച്ചു പോവാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സ്വാമിയുടെ ഈ കഥകളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാം. இந்த வருஷம் தான் ஃபர்ஸ்ட் பார்த்து. இனி எல்லா வருஷம் கண்டிப்பா வந்து பார்க்கணும். ഇല്ല അതൊക്കെ നമുക്ക് അല്ലേ. ഇനി ഇതില് നീ കുറച്ച് കാര്യങ്ങള് ക്ഷേത്രത്തിനെ കുറിച്ച്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ്. പറഞ്ഞു. ഈ പന്തളത്തു നിന്ന് പുലിയെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടാണ് പുലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. പുലിക്കുന്ന് കൊണ്ടുവന്ന് വിട്ടിട്ട് അതിന് മുന്നോടിയായിട്ട് രാജവംശം ഭരിക്കുന്ന കാലത്ത് തന്നെ ശിവനും ഗണപതിയും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. പൂജയുണ്ട്. അന്ന് പൂജിച്ചിരുന്ന ആളാണ് ഈ നമ്മളെല്ലാം കാണുന്ന പ്രതിഷ്ഠ ആയിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ആയിരിക്കുന്ന പ്രതിഷ്ഠയാണ്. അത് ആ പ്രതിഷ്ഠ ഇരിക്കുന്നത് അത്. അതുപോലെ പുലിയെ അങ്ങ് വിട്ടിട്ട് ശ്രീകോവിലിന് 2 വാതിൽ ഇവിടെ കാണപ്പെടുന്നു. ഇവിടെ കാണപ്പെടുന്നത് 2 കോവിൽ ശ്രീകോവിൽ കാണുന്നത് മുൻവശത്ത് കിഴക്ക് ഭാഗത്തെ വാതിൽ തുറന്നാൽ തെക്ക് വശത്തെ വാതിൽ തുറക്കണം. അതൊരു പ്രാധാന്യമായിട്ടുള്ള. അത് ഒരുപാട് ക്ഷേത്രങ്ങളൊന്നും ഇല്ല. തെക്ക് വാതിൽ തുറന്നിരുന്നത് ചുരുക്കം ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗണപതിയും ശിവനും ഒരേ പീഠത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഗണപതി, ശിവനെ, അയ്യപ്പൻ, വേട്ടഗുരുമകൻ. ഈ 4 പ്രതിഷ്ഠ ഒരേ പീഠത്തിലാണ് പ്രത്യേക പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആൽമര ചൂട്ടിലാണ് ഈ പ്രതിഷ്ഠകൾ എല്ലാം ഇരിക്കുന്നത്. ആൽമര ചൂട്ടിലാണ്. ഇത് പേരാല. ഈ ആൽമര ചൂട്ടിൽ ഇരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്ര കെട്ടി അടച്ചിട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിലെ നാട്ടുകാർക്ക് കിട്ടിയതിന് ശേഷമാണ് ഇത്രയും ഭംഗിയായ ഒരു പുരോഗമനം ഈ ക്ഷേത്രത്തിന് വന്നത്. അതിന് മുമ്പ് 4 വീട്ടുകാരായിരുന്നു ഇതിന്റെ ഭരണം. അത് ശനിയാഴ്ച ദിവസം മാത്രമേ ഉള്ളായിരുന്നു പൂജയിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2015 അടുത്ത് വരുന്ന സമയത്താണ് ഇത് പൂർത്തീകരിച്ചത്. 4 ചുറ്റും കെട്ടി ഇതെല്ലാം ഓരോരുത്തരുടെ സംഭാവനയും പിന്നെ മറ്റുള്ള ആൾക്കാർ ഭക്തജനങ്ങളുടെ സ്പോൺസറുകാരൻ ചെയ്ത സ്പോൺസർ. പിന്നത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കുന്നു. മറ്റൊന്ന് അന്നദാനപ്രഭുവായിട്ടിരിക്കുന്നു.
പിന്നെ വേട്ടയ്ക്ക് ഒരു മകനായിട്ടിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ മീനമാസത്തിലെ പൂയത്തിൽ ഇവിടുന്ന് എഴുന്നള്ളിച്ച് താഴെ പോയിട്ട് ദേവീക്ഷേത്രത്തിൽ പോയിട്ട് കളമെഴുതി പാട്ടുപാടി ഈ 12 മണി കഴിഞ്ഞ ശേഷം വെളുപ്പിനെ 4 മണിക്ക് മുമ്പായിട്ട് ഭഗവാനെ തിരിച്ചുവിടെ എഴുന്നള്ളിക്കും. അത് അന്നത്തെ പ്രധാനമായിട്ടുള്ളൊരു ചടങ്ങാണ്. അത് കളമെഴുതുന്നത് പുലി ഈ പുറത്ത് ഭഗവാൻ ഇരിക്കുന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്നതാണ് അന്നത്തെ കളമെഴുത്ത്. കളമെഴുതിയിട്ട് പാട്ടുപാടി പിന്നെ നായാട്ട് വിളി 12 മണി കഴിഞ്ഞ ശേഷം നായാട്ട് വിളിച്ച് കഴിഞ്ഞിട്ടാണ് ഭഗവാനെ തിരിച്ചുവിടെ എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പൂജാതികൾ പിന്നെ വെളിയിലുള്ള ദേവതകൾ ഒന്ന് തൂമ്പുരാടി മല എന്ന് അറിയപ്പെടുന്നത് ശിവന്റെ പൂജയും പ്രതിഷ്ഠയുമാണ് അവിടെ. മറ്റേത് പിന്നെ ഇവിടെ പൂജിച്ചിരുന്ന ബ്രാഹ്മൺ സ്ഥാനം രക്ഷസായിട്ടിരിക്കുന്നത്. അതിന്റെ പഴയ കാലത്ത് പറയുന്നത് അയാളെ കൊന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ഉറയ്ക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഇരുത്തിയ ശേഷമാണ്. അപ്പൊ ആ വാതില് ഇതിന് പ്രത്യേകതയുണ്ട്. ഈ ശ്രീകോവിലിന്റെ ഈ വാതിൽ തുറന്നാൽ മറിച്ച് ആ വാതിൽ തുറന്ന ശേഷം ഉള്ളില് പിന്നെ വിളക്കും കത്തിക്കുള്ളൂ. ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കണം. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഇരിക്കണം സങ്കല്പത്തിന്റെ കഥകള്. ഇതെല്ലാം ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ തന്ന വിളക്ക് സമർപ്പണമാണ്. പുലിയെ അവിടെ കൊണ്ടുവച്ചത് നല്ല ഒരു വഴിപാട്. മാന്നാറ് ഒരു അമ്മയെ അവിടെ കൊണ്ടുവച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തില് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു ഇതുപോലെ ഞാൻ സമർപ്പിക്കാം. അങ്ങനെ അവരുടെ ഇത് കിട്ടിയപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അവരത് സമർപ്പിച്ചു. മൊത്തം ചെലവും അവരുടെ. ഒരുപാട് വിശ്വാസമാണ് ക്ഷേത്രത്തിനെ കുറിച്ച്. അങ്ങനെ പല പിന്നെ ശ്രീകോവിലിനകത്തിരിക്കുന്ന പല കാര്യങ്ങളെല്ലാം അടുത്തടുത്ത കാലങ്ങളിലൊക്കെ കിട്ടിയ വഴിപാടുകൾ. പ്രഭ 4 മൊത്തം 9 എണ്ണമാണ്. അത് ഈ 1 വർഷത്തിനിടയ്ക്ക് കിട്ടിയിട്ടുള്ള. പിന്നെ ഇവിടെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ബന്ധുവായിട്ടൊന്നും എടുക്കുന്നുണ്ട്. ജാതിഭേദ മതമന്യേ എല്ലാവർക്കും എവരെ പോലെ തന്നെ ആൾക്കാർ വന്ന് തൊഴുന്നുണ്ട്. അവിടെ സമർപ്പണങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച്. പിന്നെ അതുപോലെ ഈ 41 വിളക്കൊരു ശരണം വിളി ഉണ്ടെന്ന് പറഞ്ഞു 9. അതിനെ കുറിച്ച് പഴയ കാലത്തെ ശരണം വിളി, പഴയ കാലത്ത് ഈ ഗ്രാമത്തിൽ വിളിക്കുന്ന ശരണം വിളി പ്രധാനമായിട്ട് അത് ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നു. നമ്മുടെ മറ്റൊരു ദേവാലയങ്ങളിലെ പാട്ടുപാടി നിർത്തി പാട്ടുപാടി അവസാനം ഹരിവരാസനം പാടി നിർത്തുവാണ്. ഇത് ഇവിടുത്തെ ശരണവിളി എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നാമം ചൊല്ലി അത് തന്നെ 3/4 മണിക്കൂർ. അത് കഴിഞ്ഞ ശേഷം ശരണം ഇവിടുന്ന് പമ്പയ്ക്ക് ചെല്ലുന്നു, പമ്പയെ തിരിച്ച് ഇവിടെ വരുന്നു, ഇവിടുന്ന് വീണ്ടും ശബരിമലയ്ക്ക് പോകുന്ന അത്രയും ഭാഗങ്ങൾ കവർ ചെയ്ത് ശരണം വിളി. അപ്പം പെതളത്തൊന്ന് പോയിട്ട് ഇങ്ങനെ ആറന്മുള വഴി ഇങ്ങനെ എല്ലാ ദേവാലയത്തിന്റെ അസ്തുവാക്കിയാണ് അതിന്റെ അന്നത്തെ ആൾക്കാർ എഴുതി 2.25 മണിക്കൂർ ശരണം വിളി. ഇപ്പോഴും എന്നും ഉണ്ടല്ലേ? എല്ലാ ദിവസവും. അതാരാണ് ആ ശരണം വിളിക്കുന്നത്? ശരണം വിളിക്കുന്ന ഇപ്പൊ വേണുസ്വാമിയുണ്ട്, ബാബു സ്വാമിയുണ്ട്. അവരെ 2 പേരുമാണ് ഇപ്പോഴത്തെ പേര്. ഇതിന് മുമ്പ് പിന്നെ കൊച്ചിരാമൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇന്നൊരു സ്വാമിയുടെ പേരിക്ക് അത്ര കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആ സ്വാമി ഇത് എഴുതി ഉണ്ടാക്കി. സ്വാമി ഇപ്പൊ എത്ര നാളുണ്ട് ക്ഷേത്രത്തില്? ഞാനിപ്പോ 5 വർഷം 4 വർഷം കൊണ്ട് ഇവിടെ കഴകത്തിന്റെ ജോലി ചെയ്യുന്നു. പിന്നെ ഒന്നും പ്രത്യേകിച്ച് അറിയത്തക്ക കാര്യമില്ല. പിന്നെ ഇത് പാറയുടെ പാറ നമ്മൾ പ്രത്യേകിച്ച് ഒരു കണ്ട ഈ ആൽമര ഇത്രയും വർഷങ്ങൾക്ക് പഴക്കത്തിൽ ഇങ്ങനെ നിലനിന്ന് ഇതിന്റെ വളവും വെള്ളം എവിടുന്ന് കൊണ്ടിരുന്നു? താഴത്തെ നിലത്തിന് കൊണ്ടുവരുന്ന. അപ്പൊ അത് ഇതിന്റെ വേരിന്റെ ഭാഗമാണ് ഇത്രയും പഴക്കമുള്ള കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ചുറ്റുപാടും നല്ല കാടും കൊക്കയല്ലേ? എന്ത് താഴ്ചയാണ്. പിന്നെ അതുകൊണ്ടില്ല കാണുന്ന വയൽ, ആ വയല് നമ്മുടെ ഇതിന്റെ ഈ ഭൂമിയുടെ ഇടയിൽ കൂടി ഇതിലൂടെ വന്നിട്ട് നേരെ ആറ്റിലോട്ട് ഒഴുകുന്നതാണ്. അങ്ങനെ ഈ വെള്ളത്തിലെ പഴയ കാലത്ത് എൻ്റെ ഒക്കെ അപ്പൂപ്പന്റെ കാലത്ത് ഈ താഴത്തെ പിന്നെ തോട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. പഴയ നമ്മുടെ കമുകും പാളയ്ക്കകത്ത് തൂക്കിപ്പിടിച്ച് ഇവിടെ വരുമ്പോൾ പരിശുദ്ധമായിരിക്കും, നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. അല്ല, ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. 4 ചുറ്റിനകത്ത് ഒരാല് കളിച്ച് നിൽക്കുന്ന. പിന്നെ ഈ ഒരു ആലിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു ആലുണ്ടായിരുന്നു. ആ ആലിന്റെ തണ്ട് ഇങ്ങനെ ശ്രീകോവിലിന്റെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി. അത് അതിനു മുമ്പ് കോടിയുള്ളതാ. അന്ന് അത് ചെറുതാ. ഇത് തനിയെ കളിച്ചു വന്നതല്ല. അങ്ങനെ അറിയത്തുള്ളൂ. നമ്മൾ 69 കഴിഞ്ഞു. അന്ന് മുതലേ അറിയുന്ന കഥകളല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ സത്യം തന്നെയാവും. അപ്പൂപ്പനും
ഇവര് 4 ശാസ്ത്രജ്ഞന്മാര് വന്നിട്ട് ഇവിടെ വരുന്നതും മറ്റൊരു വീട്ടിൽ കയറി പാല് കുടിക്കുന്ന വെള്ളം ചോദിക്കുന്നു. അങ്ങനെ ഒരു കഥയും ഇതിന് പറയുന്നുണ്ട്. ഭഗവാൻ ഇവിടെ വരാൻ, ശിവനും ഇവിടെ വരാൻ, ശിവൻ വരുമ്പോൾ ഗണപതിയുണ്ട്. അങ്ങനെ ഇവിടുത്തെ പൂജയുടെ ഗണപതിയാണ് ആദ്യം വന്നത്. അല്ല, ഞങ്ങൾ അപ്പൂപ്പാന്ന് വിളിക്കുന്നത് മഹാദേവനെയാണ്. മഹാദേവൻ. ഈ മഹാദേവൻ എന്ന് പറഞ്ഞ ശാസ്താക്കന്മാരെ 4, ഒന്ന് കാരക്കാട്ട്, ഒന്ന് കുതിരവട്ടത്ത്, ഒന്ന് മാന്തുക. ഈ 4 പേരായിട്ട് മാറിയിരിക്കുന്നത്. ഈ ആളായിരുന്നു പാല് എടുത്തു കുടിച്ചത്. മറിച്ച് പിന്നെ മറ്റേ ആൾ നേരെ കാരക്കാട്ട് ഇരിക്കുന്ന ഭഗവാൻ നേരെ അനിയനാണ്. പുള്ളി ദേഷ്യപ്പെട്ട് പടിഞ്ഞാറോട്ടായി. പിന്നെ അവിടുന്ന് കുതിരവട്ടത്തിലുള്ള കിളയാണ് മാന്തുക അതിന്റെ നടുക്കത്തുള്ളത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സങ്കല്പം, കാര്യങ്ങള്, ആചാരങ്ങള്. ഇതിന്റെ ശരിയോ കേട്ടറിവാണ്, ഇതെല്ലാം കേട്ടറിവാണ്. നമ്മളുടെ പഴമക്കാർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും പിന്നെ ഭഗവാൻ ഇത്രയും നാവ് കൊണ്ട് പറയാൻ ഭഗവാൻ പിന്നെ അത് തന്നെ തന്നിട്ടുണ്ട്. മാത്രമേ ഇപ്പൊ സന്തോഷമായിട്ട് പറയാനുള്ളൂ. സ്വാമിയുടെ പേര്? എന്റെ പേര് രവീന്ദ്രൻപിള്ള. ഓക്കെ, പനങ്ങാട്ട് തന്നെ. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതിന്റെ ഈ പറയുന്ന മാതിരി ഇതിന്റെ ആംഗ്യഭാവം. ഇങ്ങനെ ഭഗവാനെ അവിടെ നിന്ന് പുലിപ്പാലിന് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മായാരൂപമാണ്. ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്ന കൈപ്പഴ മഹാദേവ കൈപ്പഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ മായാരൂപം പൂണ്ടിട്ട് അക്കരെ ചെല്ലുക. അല്ലാതെ വരത്തിൽ നിന്ന് പിടിച്ചതായിട്ടൊന്നും അല്ല അറിവ്. അപ്പൊ അങ്ങനെ അവിടെ മായ പൂണ്ടിട്ട് അവിടുന്ന് പിന്നെ പുലി മഹാദേവനുൾപ്പെടെ അവരെല്ലാം മഹാവിഷ്ണു എല്ലാവരും കൂടുള്ളതാണല്ലോ ഈ പുലിയായിട്ട് വരുന്നത്, മായയായിട്ട്. അല്ലാതെ വനത്തിൽ പോയി പിടിച്ചായിട്ടൊന്നും അല്ല. അതൊക്കെ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ കഥകളെ എഴുതി വരുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ അവിടെ മായാരൂപം കൊണ്ടു. അങ്ങനെ വന്നിട്ട് ആംഗ്യഭാവം എന്നുവെച്ചാൽ അച്ഛൻ, ഈ പത്തളത്തെ രാജാവ് എന്ന് പറയുന്ന നമ്മളെ വളർത്തച്ഛനായിട്ട് സങ്കല്പിക്കുന്ന രാജാവ് പറഞ്ഞു പുലി അവിടെ കൊട്ടാരത്തിൽ പിന്നെ പുലിയെ കൊണ്ട് ചെല്ലുമ്പം ബഹളമായപ്പം ആംഗ്യഭാവം കാണിച്ചു എന്നാ പറഞ്ഞ അറിവ്. അപ്പൊ ആ ആംഗ്യഭാവം കൊണ്ട് ഭഗവാനെ മനസ്സിലായി ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് ഇത് അന്ന് ആ പുലിയെ കൊണ്ട് വിട്ടപ്പം പുലിക്കുന്നെന്ന് നാമകരണത്തിൽ അറിയപ്പെടും. പിന്നെ ഇവിടെ അന്നത്തെ കാലത്ത് നെല്ല് കുത്തി കൊണ്ടുവന്ന് നേദ്യം കൊടുക്കുക. അത് താഴെ ഒരു വീടുണ്ട്. ആ വീട്ടിലെ അമ്മ താഴെ ദേവീക്ഷേത്രത്തിന്റെ ഒരു കളമുണ്ട്. ആ കളത്തിന്റെ അവിടെ നെല്ല് കുത്തി തലേദിവസം കൊണ്ട് കൊടുക്കുന്ന നെല്ലോ കറ്റയോ അങ്ങനെയുള്ള കാര്യം കൊടുത്താൽ അവർ കുത്തിയിട്ട് രാവിലെ അവിടെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെള്ളവും കൊണ്ടുവന്ന് എടുത്ത് ഇവിടെ പറ്റിച്ച് മിക്കവാറും പശുവും പാലിലായിരിക്കും. ഇവിടെ പാലിന് വലിയ പ്രാധാന്യമാണ്. അഭിഷേകം ഇതൊരു അവിടെ പശുവും പാല് തന്നെ അല്ല, കവർ പാലല്ലാതെ പശുവും പാലിന്റെ തന്നെ അഭിഷേകം ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഓരോരുത്തർ രാവിലെ കൊണ്ടുവരുന്നവരുണ്ട്. നമ്മൾ മുടങ്ങാതെ നമ്മൾ വാങ്ങും. പിന്നെ കൊണ്ടുവരുന്നവരുണ്ട്, നേർച്ചയുള്ളവരുണ്ട്. പിന്നെ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടത്തേക്ക് തന്നിട്ട് ഈ അയൽവാസികൾ പന്തളത്തിന്റെ ഒരു ഒട്ടുമുക്കാലും കൊട്ടാരത്തിന്ന് വരെ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അത്ര പ്രാധാന്യമാണ് പശുവും പാലിന്. ഉത്സവം ഏത് മാസത്തിലാണ്? മകരമാസത്തിലെ പോയി മകരമാസം. അപ്പൊ ഒരുപാട് ജനങ്ങളായിരിക്കുമല്ലോ. നല്ല ആളുകൾ കൊടിയാ ഇവിടുത്തെ എഴുന്നള്ളത്ത്. ഭഗവാൻ എഴുന്നള്ളിച്ചുകൊണ്ട് കൊടിയിലാ കൊണ്ടുപോയിട്ട് അവിടെ ഈ നായാട്ട് വിളി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടിരുന്നത് കൊടിയാ എഴുന്നള്ളിച്ചിട്ട് പോകുന്നത്. മിക്കവാറും 4:30-5 മണിയാകുമ്പോ ഇവിടുന്ന് എഴുന്നള്ളത്തിന്റെയും വേല ഒരുപാട് ആളുണ്ടോന്ന് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇത്രയും കുന്നു കയറിയ ആൾക്കാരെ തിങ്ങി നിരങ്ങിയുള്ള നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത് കാലാവസ്ഥയോട് നല്ലതാണെങ്കിൽ ഒരു കാര്യം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ താലപ്പൊലിയായിട്ടൊക്കെ കഴിഞ്ഞ വർഷം പോയിക്കൊണ്ടിരുന്നത് നല്ല കുട്ടികളുണ്ട്. അതാണ് ഈ മാർച്ച് 20 എന്ന് പറഞ്ഞു. മീനമാസത്തിലെ പോയി ഭരണി കാർത്തിക അങ്ങനെ പോയതിലാണ്. അവിടുത്തെയും താഴെ ദേവീക്ഷേത്രത്തിന് ഇവിടെ ഇത് രണ്ടും ഒരു ഭരണസമിതിയാവും. ഇപ്പോഴാണ് ഇവിടെ ഈ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയത്. മറ്റേത് ഈ 4 വീട്ടുകാരുടെ ആധിപത്യത്തിൽ അവരുടെ കയ്യിൽ അട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴും അവരുടെ ഭരണത്തിൽ അവരുടെ ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ ഗ്രാമത്തിലെ നമ്മളെല്ലാവരും ഒത്തു സഹകരിച്ച് ക്ഷേത്രം ഇത്രയും ഭംഗിയാക്കി. പിന്നെ താഴത്തെ ക്ഷേത്രം ദേവീക്ഷേത്രം വളരെ ഭംഗിയാക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് 41 കഴിഞ്ഞാൽ ഉടനെ അവിടെ ബാക്കിയുള്ള 19 ദിവസം 61 ദിവസത്തെ നാട്ടിൽ സമൂഹത്തിൽ സദ്യ ഉണ്ട്. എല്ലാ ആൾക്കാരുടെയും സഹകരണത്തിൽ അതൊക്കെ നല്ല ആളാണ്. നല്ല ഇതാ ആ കാലാവസ്ഥയ്ക്കൊക്കെ നല്ല അനുഗ്രഹമുണ്ട്, സഹകരണമുണ്ട്, അതിനുള്ള സമ്പത്ത് കിട്ടുന്നുമുണ്ട്. ഇപ്പൊ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കും.
ഓരോരുത്തരുടെ വഴിപാടുകൾ വിളിച്ച് അത് വേറെ അനൗൺസ്മെന്റ് ചെയ്യും. അങ്ങനെ ഉള്ള ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ളത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് കാരണം ഇതാണ് ആദ്യത്തെ കിണറായി ഇതിന്. പക്ഷെ അതിൻ്റെ അകത്ത് വെള്ളം നിൽക്കത്തില്ല, വെള്ളം ഒഴുകും. പക്ഷെ നമുക്ക് കുട്ടിക്കകത്ത് കോരിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് ബന്ദ് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മൾ കയറി വരുന്നിടത്താണ് അതിൻ്റെ കിണറോട് ചെയ്യുന്നത്. പക്ഷെ അവിടെയും വെള്ളത്തിന് വളരെ അരിഷ്ടാവസ്ഥ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ നമ്മുടെ അറിവിൽ പെട്ട കാര്യങ്ങൾ. അതെ അതെ. അപ്പം ഒരുപാട് സന്തോഷം. ഇത്രയും കാര്യങ്ങള് നമ്മള് ജനങ്ങൾക്ക് എത്തി പറയാൻ അത് തന്നെ. വലിയ സന്തോഷം. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യും? ഇതിപ്പോ നമ്മള് കഴിഞ്ഞപ്പോ 2 ആഴ്ചക്ക് മുൻപ് താഴെ ദേവീക്ഷേത്രത്തിൽ ഒരു പാരായണം ഉണ്ടായിരുന്നു. പാങ്ങോടല്ല പനങ്ങാട് ദേവീക്ഷേത്രത്തിൽ. അപ്പൊ അവിടുന്നാണ് സാറ് സാറ് നമ്മളെ ഇങ്ങോട്ടേക്ക് സ്പോൺസർ ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ക്ഷേത്രം വന്ന് അന്ന് പക്ഷെ അവിടെ വന്ന് തൊഴുതിട്ട് വൈകിട്ട് നമ്മൾ സമർപ്പണം ചെയ്ത് പോകുന്ന വഴിക്ക് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടാണ് പോയത്. പക്ഷെ അന്ന് അറിഞ്ഞില്ല നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിക്കുമെന്നുള്ളത്. എല്ലാവരും നിമിത്തം. അതെ അതെ, അതാണ് വരണമെന്നും ഇങ്ങനൊരു ചേഞ്ച് വരണമെന്നും ആഗ്രഹം ഭഗവാനെ. അപ്പം അടുത്ത അയ്യപ്പന്മാര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ടാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്വാമി നമ്മളോട് ഷെയർ ചെയ്ത്. അപ്പം ഇതൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പം ആ വിശ്വാസത്തെ ആരും മാറ്റിമറിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹം കേട്ട് വളർന്ന ജനിച്ച് അറിയാവുന്ന കാലം മുതൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾക്ക് മുന്നിലിപ്പം ഷെയർ ചെയ്തത്. പിന്നെ ഒന്നുകൂടെ കാണിക്കുകയാണ് അമ്പലം. ഒരുപാട് ഇന്ന് അയ്യപ്പന്മാരുടെ തിരക്ക് കുറവായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു ക്ഷേത്രം അടൂര് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്തളം കഴിഞ്ഞ് കുളനട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പം പനങ്ങാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പത്തനംതിട്ട റോഡ്, ഓമല്ലൂർ റോഡ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ പനങ്ങാട് എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. അവിടുന്ന് നേരെ വലത്ത് തിരിഞ്ഞ് വരുമ്പം ഈ ക്ഷേത്രത്തിലോട്ടാണ് വരുന്നത്. പുലിക്കുന്ന് മല എന്ന് പറയും. അപ്പം മാക്സിമം വരാൻ പറ്റുന്നവരെല്ലാം ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴണം. പുതിയൊരു അനുഭവമാണ്, ഞങ്ങൾക്ക് തന്നെ ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തോ പുലിപ്പാദം കാണിച്ചിട്ടുണ്ട്. ഇന്ന് പാരായണത്തിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലവും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെല്ലാവരെയും ഈ സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ. ഒന്നുകൂടെ കാണിച്ചു സ്വാമി. ഇത് തള്ളവെള്ള, ഇത് ഉപ്പറ്റി ഇങ്ങനെ തള്ളവെള്ള ഇവിടെ വരെ ഇതൊരു കാല്. ഇനി ഇവിടെ പുലിയുടെ ഇത് പുലിപ്പാദം. ഇത് പുലിയുടെ നഖത്തോടു കൂടി ഇരുന്നായിരുന്നു. അതൊക്കെ അടന്നു പോയതാണ്. അത് അങ്ങനെ ഇവിടെ എന്തുണ്ട് പുലിപ്പാദം കണ്ടോ? ഇത് കണ്ടോ? ഇതിപ്പോഴും തെളിഞ്ഞുണ്ട്. ഇത് നഖത്തോടു കൂടി ഇരുന്ന ഇത് പുലി ഇവിടെ കിടന്നു. ഇത് ഇത്രയും ഇതിങ്ങനെ ഈ നഖം ഇങ്ങനെ ഉണ്ടായിരുന്നത് അന്ന് ഉള്ളവരത്. പിന്നെ ഇത് കണ്ട് ഇതിങ്ങനെ ഇവിടെ കുഞ്ഞുങ്ങളുമായി കിടന്നു ഉണ്ട്. തല ഇങ്ങനെ ഇതിൻ്റെ വാലിൽ ഇവിടം വരെയായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് നോക്ക്, നല്ല ക്ലിയറായിട്ടാണ്
കാൽപാദം കാൽപാദം ഉണ്ടോ? അല്ല ക്ലിയറായിട്ട് നഖം ഉൾപ്പെടെയുണ്ട്, നഖം ഉൾപ്പെടെയുണ്ട്. ഇതൊന്നും എത്ര വർഷങ്ങൾക്ക് പഴക്കം ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. എത്ര വർഷത്തിന് പഴക്കം, അതും പാറയുടെ പുറത്ത്. അതെ, അതാ നമ്മുടെ சாமியோட 2 பாதமும் கிளீனா தெரியுது. இவ கணக்குல இருக்குது. இந்த 2 பாதமும் ക്ലീനാ தெரியுது. നമ്മള് ശ്രദ്ധിച്ചു നോക്കുമ്പോ കണ്ടോ ഈ പാടുകളുണ്ട്, ഇതെല്ലാം നഖത്തിന്റെ പാടായിരുന്നു. புலியோட நகத்தினுடைய தடமே அது. ഇത് ഇങ്ങനായിരുന്നു ഇതിന്റെ വഴി പറഞ്ഞു കേൾക്കുന്നത്. அந்த சைடு அப்படி போயிருக்கா போல சாமி. പുലിങ്ങളെ ഇറക്കി വിട്ടിട്ട് അത് പന്തളം കൊട്ടാ പോകുന്ന വഴി, പഴയ കാലത്തെ വരത്തിൽ കൂടെ പോകുന്ന വഴി. அந்த சைடு வந்துட்டு வனத்துல போற நம்ம பந்தளத்து ராஜாக்கு போற வழி, அரண்மனை கோட்டை വഴി പഴയ കാലത്ത്. നിങ്ങളൊക്കെ എന്തൂര്? 2 കിലോമീറ്റർ പഴയ ചെന്നൈ. ஆனா இப்ப ஃபுல்லா காடாட்டுக்கு அந்த காலத்துல பயன்படுத்தினாங்க. ആദ്യമായിട്ടാണോ വരുന്നത്? வந்து ஐயப்பன் ഫസ്റ്റ് തവണ இங்க வந்து புலிக்கூட்டத்தை கூட்டிட்டு வந்து இங்கிருந்து இறக்கி ചെന്നൈയിൽ നിന്നാണ് ഇവരും വന്നിരിക്കുന്നത്. വിട്ടിട്ട് അങ്ങ് ആൽമരച്ചോട്ടിൽ ധ്യാനത്തിൽ ഇരുന്നു. അത് ചൊല്ലിക്കൂടെ. അത് ഇങ്ങ പുലിയെ കൊണ്ട് വിട്ടിട്ട് ഭഗവാൻ ഇവിടുന്ന് ശിവനും അതിന് മുന്നോടി ഇവിടെ ശിവനും ഗണപതി ഉണ്ട്. ശിവനും ഗണപതിയൊപ്പം തന്നെ ഭഗവാൻ പോയി ഇരുന്നു ധ്യാനത്തിൽ ഇരുന്ന് ശാന്തനാണ്, വളരെ ശാന്തമായിട്ട് ഇരുന്ന് വന്നപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കുന്ന ഭാവം നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ആദ്യം വന്നവർക്ക് പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഓ യാ, ഓക്കെ ഓക്കെ. അങ്ങനെ സ്വാമിമാരാണ്. അവിടെ വെച്ചാൽ മതി. ഇത് പിന്നെ ഇവിടെ അമ്പലത്തിലെ സ്വാമിമാരാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഓക്കെ, ബൈ ബൈ.